ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ കോണ്ടന്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ചില, അല്ലെങ്കിൽ എപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില മലയാളം സെൻറ്റൻസസ് ഉണ്ട് ഇല്ലേ? കുറിച്ച്, പറ്റി, അതിനെ സംബന്ധിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താ, അതിനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താ, അതിനെ സംബന്ധിച്ച് നിന്റെ അഭിപ്രായം എന്താ, ഇല്ലേ? പറ്റി, കുറിച്ച്, സംബന്ധിച്ച് എന്നൊക്കെ നമ്മൾ പറയും. ഈ യൂസേജിനെല്ലാം ഇംഗ്ലീഷിൽ ഒരൊറ്റ വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഏതാ വാക്കെന്ന് അറിയൂ? എബൌട്ട് എന്നാണ് ഉപയോഗിക്കുക. എങ്ങനെ? എബൌട്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം, പറ്റി, കുറിച്ച്, സംബന്ധിച്ച് എന്ന് പറയുന്ന വാക്കുകൾക്കൊക്കെ നമ്മൾ ഒരൊറ്റ വാക്ക് ഉപയോഗിക്കുള്ളൂ. ഏതാ? എൻ്റെ ഒന്ന് പറഞ്ഞു നോക്കിയേ, എബൌട്ട്. എബൌട്ട്. ഓക്കെ, അപ്പോൾ ഈ എബൌട്ട് ഉപയോഗിച്ചിട്ട് നമ്മളൊരു 10 സെൻറ്റൻസ് നമ്മളൊന്ന് പഠിക്കാൻ പോവാണ് ഈ എബൌട്ട് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഈ പറഞ്ഞ 4 യൂസേജിന്, 4 ഉപയോഗത്തിന് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ എബൌട്ട് ഉപയോഗിക്കണത്. അപ്പോൾ എങ്ങനെയൊക്കെ അത് സെൻറ്റൻസിൽ ഉപയോഗിക്കുക എന്ന് നമുക്കൊന്ന് പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ആ 10 സെൻറ്റൻസ് നമുക്ക് ബൈ ഹാർട്ട് ആക്കാം. എബൌട്ട് എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ആവും കൂടെ ചെയ്യും. ഓക്കെ, ഇപ്പോൾ തുടങ്ങിയാലോ? നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഒന്നാമത്തെ സെൻറ്റൻസ്: നീ എന്താ അതിനെക്കുറിച്ച് ചിന്തിക്കണേ, അല്ലെങ്കിൽ നീ എന്താ അതിനെ പറ്റി ചിന്തിക്കുന്നേ, അല്ലെങ്കിൽ നീ അതിനെ സംബന്ധിച്ച് എന്താ നിന്റെ ചിന്ത എന്നൊക്കെ പറയും. നീ അതിനെക്കുറിച്ച് എന്താ ചിന്തിക്കണേ, എന്താ നീ അതിനെക്കുറിച്ച് ആലോചിക്കണേ എന്ന് നമ്മൾ ചോദിക്കും. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കുക? വാട്ട് ഡു യു റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്? ഓക്കെ, വാട്ട് ഡു യു റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്? ഓക്കെ, അബൌട്ട് വെച്ച സ്ഥലം കണ്ടില്ലേ? ഓക്കെ, അതിനെപ്പറ്റി, ഇതിനെക്കുറിച്ച്, ഇതിനെപ്പറ്റി നീ എന്താ ചിന്തിക്കണേ? ഓക്കെ, വാട്ട് ഡു യു റിയലി തിങ്ക് about it? Okay, what do you really think about it? എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, നമുക്കിങ്ങനെ പറഞ്ഞു പരിശീലിച്ചു പോകാം. അതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് പറഞ്ഞേ, what do you really think about it? Okay, ഇതിനെക്കുറിച്ച് നീ എന്താ ചിന്തിക്കണേ, എന്താ നീ ആലോചിക്കണേ? ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം കേട്ടോ. ഞാൻ നിൻ്റെ പഴയ കാലത്തെക്കുറിച്ച് വറി ചെയ്യണില്ല, ഞാനെക്കുറിച്ച് ആലോചിക്കണില്ല, ഞാനെക്കുറിച്ച് ഒട്ടും കെയർ ചെയ്യണില്ല എന്ന് പറയുകയാണ്. ഓക്കെ, നമ്മൾ പറയൂല്ലേ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒക്കെ നമ്മൾ പറയാറുള്ളതാണ്, നിൻ്റെ പഴയ കാലം എന്താണെന്നുള്ളത് എനിക്ക് അറിയേണ്ട കാര്യമില്ല, ഞാനെക്കുറിച്ച് വറീഡേ അല്ല എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ? പഴയ കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ പഴയ കാലത്തെ പറ്റി, പഴയ കാലത്തെ സംബന്ധിച്ച് എന്നൊക്കെ നമ്മൾ പറയാണ്. എങ്ങനെയാണെന്നറിയോ? ഐ ഡോണ്ട് കെയർ അബൌട്ട് യുവർ പാസ്റ്റ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് യുവർ പാസ്റ്റ്. ഓക്കെ, നിൻ്റെ പഴയ കാലം എന്താണ് ഞാൻ കെയറേ ചെയ്യണില്ല, ഞാനെക്കുറിച്ച് വറി ചെയ്യണില്ല. ഐ ഡോണ്ട് കെയർ അബൌട്ട് യുവർ പാസ്റ്റ്. ഞാൻ നിൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ചിന്തിക്കണേയില്ല. ഐ ഡോണ്ട് കെയർ അബൌട്ട് യുവർ പാസ്റ്റ്. ഓക്കെ, എബൌട്ട് യുവർ പാസ്റ്റ്, എബൌട്ട് യുവർ പാസ്റ്റ് എന്ന് നിങ്ങൾ കണ്ടില്ലേ? പഴയ കാലത്തെക്കുറിച്ച്, പഴയ കാലത്തെ പറ്റി. ഓക്കെ, എബൌട്ട് യുവർ പാസ്റ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം കേട്ടോ. ആ പ്രശ്നത്തെക്കുറിച്ച് നീ എന്താ പറയണേ, ആ പ്രശ്നത്തെക്കുറിച്ച് നീ എന്താ ചിന്തിക്കണേ, ആ പ്രശ്നത്തെക്കുറിച്ച് എന്താ നിൻ്റെ ഒപ്പീനിയൻ എന്നൊക്കെ ചോദിക്കണം. ആ പ്രശ്നത്തെക്കുറിച്ച്, ആ പ്രശ്നത്തെ പറ്റി, പ്രശ്നത്തെ സംബന്ധിച്ച്, വീണ്ടും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. ആ പ്രശ്നത്തെക്കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ എന്താ നീ ചിന്തിക്കണേ? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ് ഇഷ്യൂ? ഓക്കെ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ് ഇഷ്യൂ? ഓക്കെ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ് ഇഷ്യൂ? ഓക്കെ, അബൌട്ട് ദാറ്റ് ഇഷ്യൂ, ആ പ്രശ്നത്തെക്കുറിച്ച്, ആ പ്രശ്നത്തെ സംബന്ധിച്ച്. ഓക്കെ, about that issue. ഇനി നമുക്ക് നാലാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ വീട്ടിലൊരു കട്ടക്കലിപ്പിൽ ഒരാൾ നിൽക്കാമെന്ന് വിചാരിക്കും, ഇങ്ങനെ ദേഷ്യം ഒച്ചയും ബഹളമൊക്കെയാന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വിളിച്ചു, ഇപ്പം എന്ത് കാര്യത്തിനാണ്, എന്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഈ ദേഷ്യം, ഇപ്പം എന്തിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണേ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുക. വാട്ട് ഈസ് ഹി ആങ്ക്രി അബൌട്ട്? ഓക്കെ, വാട്ട് ഈസ് ഹി ആങ്ക്രി അബൌട്ട്? ഓക്കെ, അയാൾ എന്ത് കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇത്ര ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുകയാണ്. എങ്ങനെ? വാട്ട് ഈസ് ഹി ആങ്ക്രി അബൌട്ട്? വാട്ട് ഈസ് ഹി ആങ്ക്രി അബൌട്ട്? ഇനി നമുക്ക് അഞ്ചാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. നമ്മൾ നല്ല ഫുഡിങ് ആണെങ്കിൽ, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളാണെങ്കിലൊക്കെ നമ്മൾ പറയും, ഞാൻ വെയിറ്റ് കയറിക്കൊണ്ടിരിക്കുക, ഞാൻ വെയിറ്റിനെ കുറിച്ച് ടെൻഷനാണെന്നൊക്കെ പറയാം. ഇനി ഇപ്പോൾ നമുക്കൊരു ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു പെൺകൊച്ചാണ്, അവൾക്ക് നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ പറയാണ്, അയ്യോ അവളുടെ വെയിറ്റിനെ കുറിച്ചിട്ട് വല്ലാതെ ടെൻഷനാണ്, അവൾ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓവർ വെയിറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ടെൻഷനാണ്, ഓവർ വെയിറ്റ് ആണെന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ പറ്റി എന്ന് നമ്മൾ പറയുകയാണ്. ഓക്കെ, ആ ഒരു പർപ്പസിന്, ആ ഒരു പ്രശ്നത്തെ പറ്റി, ആ പ്രശ്നത്തെക്കുറിച്ച് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഷീ ഈസ് വറീഡ് അബൌട്ട് ഹെർ വെയിറ്റ്. ഓക്കെ, ഷീ ഈസ് വറീഡ് അബൌട്ട് ഹെർ വെയിറ്റ്. ഓക്കെ, അവളുടെ ഭാരത്തെക്കുറിച്ച് വറീഡ് ആണ്. ഓക്കെ, ഷീ ഈസ് വറീഡ് അബൌട്ട് ഹെർ വെയിറ്റ്. ഓക്കെ, അബൌട്ട് ഹെർ വെയിറ്റ്. ഓക്കെ, അവളുടെ ഭാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശരീരഭാരത്തെക്കുറിച്ച് അവൾ വറീഡ് ആണ്. ഇനി നമുക്ക് ആറാമത്തേക്ക് കിടക്കാം. ഓക്കെ, ആ പ്രശ്നത്തെക്കുറിച്ച് ടെൻഷൻ വേണ്ട,
ആ പ്രശ്നത്തെക്കുറിച്ച് വറി ചെയ്യേണ്ട, ആ പ്രശ്നത്തെ പറ്റി വറി ചെയ്യേണ്ട. അതെങ്ങനെ പറയാം, നമ്മൾ മുന്നേ പല വീഡിയോയിൽ പറഞ്ഞിട്ടാണ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, അതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട, വറിയാകണ്ട. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, അതിനെക്കുറിച്ച് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യത്തെ 4 പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറ്റി, സംബന്ധിച്ച് എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു വേർഡ് ഉപയോഗിച്ചു, ഏകദേശം എന്നുള്ളതിനും കൂടെ നമ്മൾ എബൌട്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും, ഏകദേശം എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, ഇപ്പം നമ്മൾ പറയുകയാണ് എൻ്റെ വീട് ഏകദേശം 1.5 കോടി രൂപ വില വരുന്നതാണ്. ഓക്കെ, എൻ്റെ വീട് അല്ലെങ്കിൽ 1 കോടി രൂപ വില വരുന്നതാണ്, ഏകദേശം 1 കോടി രൂപ വില വരുന്നതാണ് എന്ന് പറയുകയാണ്. അതൊരു ആക്ച്വൽ എമൗണ്ട് അല്ല, വേറെ നമ്മളൊരു ഒരു 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 സാധ്യത പറയണം, ഏകദേശം ഇത്രയൊക്കെ എമൗണ്ട് വരും എന്ന് പറയാം. അവിടെ നമുക്ക് ഈ എബൌട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, മൈ ഹൗസ് ഈസ് വർത്ത് അബൌട്ട് 1 CR. ഓക്കെ, മൈ ഹൗസ് ഈസ് വർത്ത് അബൌട്ട് 1 CR. ഓക്കെ, എൻ്റെ വീട് ഏകദേശം 1 കോടി രൂപ വില വരുന്നതാണ്. മൈ ഹൗസ് ഈസ് വർത്ത് അബൌട്ട് 1 crore rupees. ഇതുപോലെ തന്നെ നമ്മൾ പറയണ മറ്റൊരു സെൻറ്റൻസ്, ഈ ഏകദേശം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എബൌട്ടിൽ വരുന്നതിനനുസരിച്ച് വേറൊരു സെൻറ്റൻസ് കൂടെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏകദേശം ഒരാഴ്ചയിൽ 40 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ഏകദേശം 40 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലരിപ്പോൾ അതിനും കൂടുതൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ഏകദേശം 40 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. I work about 40 hours a week. Okay, I work about 40 hours a week. Okay, എങ്ങനെ പറയാ, I work about 40 hours a week. Okay, ഏകദേശം 40 മണിക്കൂർ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. എങ്ങനെ പറയാ, I work about 40 hours a week. ഓക്കെ, നിങ്ങൾ ഇതുപോലെ ഒരു സെൻറ്റൻസ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. എന്നോട് അതിനെക്കുറിച്ച് ആരും പറഞ്ഞില്ല. ഓക്കെ, നമ്മുടെ 9ാമത്തെ സെൻറ്റൻസ് ആണ്. എന്നോട് അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. ഓക്കെ, അതിനെക്കുറിച്ച്, അതിനെപ്പറ്റി, അതിനെ സംബന്ധിച്ച് ആരും പറഞ്ഞില്ല. വീണ്ടും നമ്മൾ ആദ്യത്തേലേക്ക് വരികയാണ് കേട്ടോ. Nobody told me about it. Okay, nobody told me about it. എന്നെ ഇതിനെക്കുറിച്ച് ഒരാളൊന്നും പറഞ്ഞില്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവനയാണ് നമ്മൾ പറയണത്. എന്നോട് ഇതിനെക്കുറിച്ച് ഒരാളൊന്നും മിണ്ടിയില്ല, പറഞ്ഞില്ല എന്ന് പറയണത്. Nobody told me about it. Nobody told me about it. Okay, ഇതിനെക്കുറിച്ച് about it. Okay, nobody told me about it. ഇനി നമ്മൾ 10ാമത്തെ അവസാനത്തെ സെൻറ്റൻസിലേക്ക് പോവാണ് കേട്ടോ. എന്നോട് ഇപ്പോൾ ജോലിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്, കാരണം ഇത് വെക്കേഷൻ സമയമാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം വെക്കേഷൻ സമയമായി തുടങ്ങി. നമ്മൾ വെക്കേഷനൊക്കെ എടുത്ത് ഒരു 4 ദിവസം 5 ദിവസം ട്രിപ്പൊക്കെ പോകാമെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ വർക്കിനെ കുറിച്ചിട്ട് കൊളീക്കൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, എൻ്റെ പൊന്നു സുഹൃത്ത് ഇത് വെക്കേഷനാണ്, എന്നോട് വർക്കിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. ഓക്കെ, പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത് പോലെ പറയാണ്, വർക്കിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയാണ്. ഓക്കെ, ഡോണ്ട് ടോക്ക് അബൌട്ട് വർക്ക്, ഐ എം ഓൺ വെക്കേഷൻ. ഓക്കെ, ഡോണ്ട് ടോക്ക് അബൌട്ട് വർക്ക്, ഐ എം ഓൺ vacation. Don't talk about work, I'm on vacation. About work, ജോലിയെ കുറിച്ച്, ജോലിയെ പറ്റി, ജോലിയെ സംബന്ധിച്ച്. Don't talk about work, I'm on vacation. ഓക്കെ, ഇപ്പോൾ നമ്മൾ 10 സെൻറ്റൻസ് പഠിച്ചു. ഇപ്പം ഞാൻ നിങ്ങളോട് ഇനി ഒരു സന്തോഷ വാർത്ത കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ചാലക്കുടിയിൽ സെൻറ്ററിൽ നമ്മൾ IELTS ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് IELTS പഠിക്കാം. 2 മാസത്തെ കാലത്തെ കോഴ്സായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 1 മാസത്തെ ക്രാഷ് കോഴ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ പേടിക്കേണ്ട, ചാലക്കുടിയിലല്ലേ, ഞങ്ങളെങ്ങനെ അവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിനൊരു വറിയ വേണ്ട. നമ്മളിവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ IELTS ഞങ്ങളുടെ അടുത്ത് വന്ന് നേരിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇവിടെ വന്ന് 2 മാസക്കാലം കൊണ്ട് വളരെ ഭംഗിയായി നിങ്ങൾക്ക് IELTS പഠിച്ച് ഏറ്റവും നല്ല സ്കോർ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ. ഒപ്പം ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും വിളിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. Until then, it's bye from Linto.